ടുഡേസ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിൻ്റെ സമര പ്രഖ്യാപനം 23 മുതൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്നാണ് പ്രഖ്യാപനം. അതേസമയം സമര പ്രഖ്യാപനത്തിനെതിരെ ഫിയോക്ക് നിലപാട് അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് ഫെഫ്ക നേതൃത്വം പ്രതികരിച്ചു. മലയാള സിനിമയോടും സിനിമയിൽ പ്രവർത്തിക്കുന്നവരോടും സിനിമയെ നെഞ്ചേറ്റുന്ന കോടിക്കണക്കിന് ആസ്വാദകരോടുമുള്ള അവഹേളനമാണിത്. അതിനാൽ ഫിയോക്ക് നിലപാട് പുനഃപരിശോധിക്കണമെന്നും ഫെഫ്ക ആവശ്യപ്പെട്ടു. സിനിമ റിലീസിലെ പോര് എന്ന വിഷയമാണ് ഇന്ന് ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ ഫിയോക്ക് പ്രതിനിധി സുമേഷ് ജോസഫ്, ഫെഫ്ക പ്രതിനിധി ബി ഉണ്ണികൃഷ്ണൻ, ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ചെയർമാൻ ലിബർട്ടി ബഷീർ, തിരക്കഥാകൃത്തും സംവിധായകനുമായ വിനു കിരിയത്ത് എന്നിവരാണ് അതിഥികൾ. എല്ലാവർക്കും സ്വാഗതം. ആദ്യം സുമേഷ് ജോസഫിലേക്കാണ്. സുമേഷ് ജോസഫ്, ഇതിപ്പോൾ ഈ നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഫെഫ്ക പറഞ്ഞിരിക്കുന്ന പോലെ മലയാള സിനിമയോടും സിനിമയിൽ പ്രവർത്തിക്കുന്നവരോടും സിനിമയെ നെഞ്ചേറ്റുന്ന കോടിക്കണക്കിന് ആസ്വാദകരോടുമുള്ള അവഹേളനമാണ്. അതിനാൽ ഫിയോക്ക് നിലപാട് പുനഃപരിശോധിക്കണമെന്നാണ് ഫെഫ്ക ആവശ്യപ്പെടുന്നത്. മറ്റ് സംഘടനകൾക്കും പല നിലപാടുകളാണുള്ളത്. ഏതായാലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? തുടക്കത്തില് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ സമരത്തിലല്ല. അത് ഒരു തെറ്റായൊരു ധാരണയാണ്. ഞങ്ങൾ പ്രതിഷേധത്തിലാണ്. എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർക്ക് പടങ്ങൾ നൽകുന്നില്ല. തിയേറ്ററിൽ സിനിമ കളിക്കാൻ സജ്ജമായിരിക്കുന്ന എല്ലാ സൗകര്യമുള്ള ഒരു തിയേറ്ററിൽ പടങ്ങൾ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. മലയാള പടങ്ങൾ ഇപ്പൊ കളിക്കുന്നില്ല, തുടർന്ന് കളിക്കും. ആ തിയേറ്ററിൽ നാളെ മുതൽ അവിടെ പടം കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കളിക്കും. അവിടെ കൊടുക്കാതെ ഞങ്ങൾക്ക് മാത്രം തരുന്നതിലാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. കാരണം ആ തിയേറ്ററുകാരൻ, അതുപോലെ 2-3 തിയേറ്ററുകാരുണ്ട്, അവരത് നവീകരിച്ച് പുതിയതാക്കി അവിടെ പടങ്ങൾ കളിക്കാൻ സജ്ജമായിട്ട് പടം ചാർട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് ആണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം തരില്ല എന്ന് പറയുന്നത്. കാരണം അവിടെ കണ്ടന്റ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടന്റ് അവിടെ പ്ലേ ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു തിയേറ്ററുകാരൻ, ഒരു സംരംഭകൻ, അവന് ഇഷ്ടമുള്ള പ്രൊജക്ടർ മേടിച്ചു വെക്കാം, എവിടുന്നും കണ്ടന്റ് സ്വീകരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ആ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അല്ലാണ്ട് ഒരു സമരമാർഗമില്ല. മലയാള പടം വന്നാൽ എല്ലാ തിയേറ്ററിലും കളിക്കും, ഇവർക്കും കൊടുക്കണം എന്നുള്ളൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ ഞങ്ങൾ കാലാകാലങ്ങളായി വെച്ചിരുന്ന വേറെ പല നിബന്ധനകളുണ്ട്. OTT-ൽ പടങ്ങൾ 42 ദിവസത്തിലേ കൊടുക്കാവുള്ളൂ എന്ന് പറയുന്നു. അതിന് പ്രൊഡ്യൂസേഴ്സ് അംഗീകരിക്കുന്നു. അതിന്റെ അഫിഡവിറ്റ് കേരള ഫിലിം ചേംബറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് 30-ാം ദിവസവും 28-ാം ദിവസവും OTT പടം കൊടുക്കുന്നു. ഈ 30-ലും 28-ലും OTT പടം കൊടുക്കുമ്പോൾ 20-ാം ദിവസം OTT-ക്കാർ പത്രത്തിൽ പരസ്യം ചെയ്തു 28-ാം ദിവസം മുതൽ ഈ പടം OTT-ൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 20-ാം ദിവസം മുതൽ ഞങ്ങൾക്ക് കളക്ഷൻ ഡ്രോപ്പ് ആകും. അപ്പൊ ഒരു പടം ഹിറ്റ് പടം വന്നാൽ ഞങ്ങൾക്ക് 20 ദിവസത്തെ കളക്ഷനെ കിട്ടുന്നുള്ളൂ. അങ്ങനെ വേറെ പല കണ്ടീഷൻസും കാരണങ്ങളും ഉണ്ട്. പക്ഷെ 23 പറഞ്ഞ ഡേറ്റിൽ വെച്ചിരുന്ന പടങ്ങൾ ഈ തിയേറ്ററുകളിൽ കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാരണത്താൽ ഞങ്ങൾ പ്രതിഷേധമാണ്, സമരമല്ല. മലയാള പടം നിർത്തുന്നില്ല. 22 നാളെ ഇറങ്ങുന്ന പടവും ഞങ്ങൾ കളിക്കുന്നുണ്ട്. തുടർന്ന് ആ പടങ്ങൾ തുടർന്ന് പോകും. ഈ തിയേറ്ററിൽ കൊടുക്കുന്ന പടങ്ങൾ അവിടെ പടങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനുമായിട്ട് സഹകരിക്കും. ഒരാളെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ളവർക്ക് പടങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇത്, സമരമല്ല. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്. ഇപ്പോൾ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ചെയർമാൻ ലിബർട്ടി ബഷീർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ലിബർട്ടി ബഷീർ, ഇപ്പോൾ ഫിയോക്കിൻ്റെ നിലപാടാണ് അവർ പറഞ്ഞത്. നമുക്കറിയാം, ഇത്തരത്തിൽ സിനിമകൾ OTT-ൽ വരുന്നതോടുകൂടി ഇത്തരത്തിൽ ആ സിനിമകൾ തിയേറ്ററിൽ ആളെ ലഭിക്കാതെ വരും. കാരണം അവർ 10 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത്തരത്തിൽ പരസ്യം പത്രത്തിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് സിനിമയെ ബാധിക്കുന്നുണ്ട്. ന്യായമായ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പ്രൊജക്ടറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ബിനു, ഇവരിപ്പം ഓരോ സമയത്തും പത്രത്തിൽ വന്ന വാർത്തകളും എല്ലാം 23-ാം തീയതി ഈ ഒരു കാരണം കൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചതെന്ന് ആദ്യമായിട്ട് ഇപ്പം ഉമേഷ് പറഞ്ഞിട്ടാണ് ഈ ചാനൽ കൂടെയാണെന്ന് അറിയുന്നത്. അവർ പൊതുവെ സമരം പ്രഖ്യാപിച്ചതാണ്. ഇപ്പൊ ആദ്യമായിട്ടാണ് 2-3 തിയേറ്ററുകൾക്ക് പടം കൊടുക്കാത്ത കാരണം കൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചതെന്നല്ല മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2-3 തിയേറ്ററുകൾക്ക് പടം കൊടുക്കാത്ത. അങ്ങനത്തെ കാലത്ത് എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനത്തെ പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ മലയാള സിനിമ ഉണ്ടായത് മുതൽ പല തിയേറ്ററും ബ്ലോക്ക് ചെയ്തിട്ട് പടം കൊടുക്കാതെ നിൽക്കുകയും ആ പ്രശ്നം തീർത്ത് പടം കൊടുക്കുന്ന സമ്പ്രദായം ഇന്നലെ തുടങ്ങിയില്ല. എത്രയോ ഞാനെല്ലാം സിനിമയിൽ വരുന്നതിന്റെ ജനിക്കുന്നതിന് മുമ്പേ ഇൻഡസ്ട്രി വന്ന മുതലേ സംഘടനയുള്ള കാലത്ത് മുതൽ നടക്കുന്ന കാര്യമാണ്. 2-3 തിയേറ്ററുകളിലും ബ്ലോക്ക് ചെയ്തിട്ട്. ഇതിപ്പോ ഞാൻ ആദ്യമായി കേൾക്കുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്
സമരം ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ആദ്യമായിട്ട് സുമേഷ് വരുന്നത്. സുമേഷ് എന്റെ ഫ്രണ്ടാണ്. സുമേഷിന് ഇപ്പൊ തിയേറ്ററില്ല. സുമേഷ് തിയേറ്ററിലും വിറ്റിട്ടിപ്പം സ്വസ്ഥായിരിക്കുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ കാര്യം, സുമേഷ് പറഞ്ഞ ഒരു കാര്യം വ്യക്തമാണ്. ഈ ഇവർ 28 ദിവസം പടം കഴിഞ്ഞ് പടം കൊടുക്കുന്നതിന് യാതൊരു ഒബ്ജക്ഷൻ എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് അതിനെ എതിർക്കുന്നുണ്ട്. കാരണം 28 ദിവസം കൊണ്ട് ഇന്ന് മിക്കവാറും എല്ലാ പടങ്ങളും കേരളത്തിൽ എത്ര വലിയ പടങ്ങളായാലും 28 ദിവസം കഴിഞ്ഞിട്ട് കേരളത്തിൽ തിയേറ്ററിൽ ഇട്ടുമാരുന്നുണ്ട്. പക്ഷെ അവിടെ പറ്റുന്നത് ഈ സുമേഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു OTT പ്ലാറ്റ്ഫോമിൽ പടം കൊടുത്തു കഴിഞ്ഞാൽ അവർ 15 ദിവസം കഴിയുമ്പോൾ തന്നെ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ പരസ്യം വരും. ചാനലുകളിലും മറ്റേ പത്രങ്ങളിലും ഫ്രണ്ട് പേജിലും പരസ്യം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്ര വലിയ പടങ്ങളായാലും കാണികൾ വിചാരിക്കും എന്തിനാന്ന് തിയേറ്ററിൽ പോയിട്ട് 150, 200, 200, 300 പടം കാണുന്നത്, നമ്മൾ OTT കാണാന്നുള്ള ഒരു മാനസികമായിട്ട് എനിക്കും തോന്നും, കാണികൾക്കും തോന്നും. അത് ഇവർ മാറ്റി. അതാണ് പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ്. അല്ലാണ്ട് 28 ദിവസം കൊണ്ട് തിയേറ്റർ പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, തിയേറ്റർ കളിക്കുന്ന സമയത്ത് ഒരു പടം കൊടുത്തിട്ടില്ല. ഇപ്പം അടുത്ത കാലത്ത് മമ്മൂട്ടിന്റെ SS സ്വാമിന്റെ ഒരു പടം വന്നിരുന്നു. അത് തിയേറ്റർ കളിച്ച് കഴിഞ്ഞിട്ടാണ് പടം കൊടുത്തിട്ടില്ല. മമ്മൂട്ടിന്റെ ഇപ്പം വന്ന മറ്റേ കണ്ണൂർ സ്ക്വാഡ്, അത് തിയേറ്ററിലെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് ആ 40 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ കാരണം ആ 10-40 ദിവസം വരെ പടം കളിക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഉള്ള കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രേമലുലു അത് OTTക്ക് കച്ചവടം തന്നെ ചെയ്തില്ല. കാരണം അവർക്ക് ഇപ്പൊ തീരുമാനം എടുത്തിട്ടുണ്ട് 50 ദിവസം തിയേറ്റർ പോവുകയാണെങ്കിൽ 50 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കില്ലുന്നുണ്ട്. അപ്പൊ ചില പടങ്ങൾ തിയേറ്ററിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് പടം വളരെ മോശമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നേരിന്റെ പടം വലിയൊരു സൂപ്പർ ഹിറ്റ് പടമല്ല, പക്ഷെ കേരളത്തിലെ എല്ലാ തിയേറ്ററിലും കളിച്ച് ഫിനിഷ് ചെയ്തതിനു ശേഷം അവർ OTT കൊടുത്ത്. പക്ഷെ പ്രശ്നം വരുന്നത് ആ OTT കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ പരസ്യം ചെയ്താൽ അത് തിയേറ്റർ വല്ലാതെ ബാധിക്കുന്നതാണ്. അത് ഒരിക്കലും അതിനാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഈ 8 വർഷം സംഘടനാ നേതൃത്വത്തിൽ നിന്ന് കേരളം ഒട്ടുക്കും ഞാൻ നടന്നിട്ട് ഉണ്ടാക്കിയ സംഘടനയാണ്. ഇതേ ആൾക്കാർ എന്നെ കൊണ്ട് സമരം ജയിച്ച അതേ ആൾക്കാരാണ് ഇപ്പൊ സമരം ചെയ്തത്. എന്നെ കൊണ്ട് സമരം ജയിക്കാൻ മുന്നിട്ട് നിന്ന വിജയകുമാറും പാർട്ടിയാണ്. അന്നേ ഞാൻ സമരത്തിന് ഞാൻ എതിരായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് നിങ്ങളുള്ള കാലത്ത് തന്നെ സമരം ചെയ്യണം, ടേംസ് ഉറപ്പിക്കണം എന്നിട്ട് എന്നെ കൊണ്ട് ചെയ്തിട്ട് അതിന്റെ ദുരനുഭവം ഞാൻ കഴിഞ്ഞ 2017 6 മാസം എന്റെ തിയേറ്റർ അടച്ചിട്ട് ഗതികൾ വന്ന് എന്റെ തിയേറ്റർ മാത്രമല്ല ഈ പ്രസിഡന്റ് തിയേറ്റർ അടച്ചിട്ടുണ്ട്, വേറെ 4 തിയേറ്റർ അടച്ചിട്ട് വന്ന മാസങ്ങളുള്ളൂ. അന്നൊന്നും ഇവരാരും സഹകരിച്ചിട്ടില്ല. 5-6 തിയേറ്ററുകൾ കേരളത്തിൽ അടച്ചിട്ടിട്ട് ഒരു സംഘടനയില്ല ഒരു തിയേറ്ററും നമുക്ക് അനുഭവം പ്രകടിച്ചിട്ട് ഒരു ദിവസം അടച്ചിട്ടില്ല. ഇപ്പം സുമേഷ് പറയുന്ന 3-4 തിയേറ്ററിന് പണം കൊടുക്കാത്തതുകൊണ്ട് കേരളം ഒട്ടുക്ക് അടച്ചിടുന്നു പറഞ്ഞാൽ എന്തൊരു സംഘടനയാണെന്ന്. അതും മലയാള സിനിമ ഇത്രയും നന്നായിട്ട് പോകുന്ന സമയം ഈ മാർച്ച് 13-ാം തീയതി നോമ്പ് തുടങ്ങിയാന്ന്. നോമ്പതിന് മുമ്പായിട്ട് പല പടങ്ങളും കളിച്ചു തീർക്കാനുണ്ട്. നല്ല എല്ലാ പടങ്ങളും ഇപ്പൊ 2024 ജനുവരിയിൽ എല്ലാ പടങ്ങളും ഓടിക്കൊണ്ടിട്ട് തിയേറ്ററിന് ഒരു പുനർജന്മം കിട്ടിയ സമയമാണ്. അപ്പൊ ആ സമയത്ത് ഈ നിസ്സാരപ്പെട്ട കാര്യത്തിന് ഒരു ചർച്ച കൂടാതെ ഞാൻ സമരം ചെയ്യുന്ന സമയത്ത് അവസാനം വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ട് മാസങ്ങളോളം ചർച്ച പൊളിഞ്ഞ ശേഷം മാത്രമേ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇത് ഒരു ചർച്ചയും കൂടാതെ ചേംബറായിട്ടോ പ്രൊഡ്യൂസേഴ്സോ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ടോ ഒരു ചർച്ചയില്ലാതെ ഒരു സുപ്രഭാതത്തിൽ സമരം പ്രഖ്യാപിച്ചത് അങ്ങേയറ്റം അലവരിയാന്ന്. ഒരിക്കലും ഇതിനോട് നമുക്ക് മാനസികമായിട്ട് സഹിക്കാൻ പറ്റില്ല. ശരി, ശ്രീ വിനു കിര്യത്തിലേക്ക് കൂടി പോവുകയാണ്. വിനു കിര്യത്ത്, ഇപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമയുടെ ഒരു നല്ല സമയം കൂടിയാണ് ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ ചെറിയ സിനിമകൾ പോലും നല്ല കണ്ടന്റ് ആണെങ്കിൽ വലിയ തിയേറ്റർ വിജയം നേടുന്നുണ്ട്. സ്വാഭാവികമായും ഇവർ പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ടെങ്കിലും ഇത്തരം ചില വാദമുഖങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ 42 ദിവസത്തിന് ശേഷം മാത്രമേ OTTയിൽ കൊടുക്കാവൂ എന്നുള്ളതൊന്നും പാലിക്കപ്പെടുന്നില്ല. പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത സിനിമയുടെ പണം ഏത് വിധത്തിലും ലഭിക്കണം എന്ന് മാത്രമുള്ള ഒരു ചിന്ത മാത്രമാണുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവർ തന്നെ നിർമ്മിക്കുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ OTT പ്രതിഫലം, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ്, തിയേറ്റർ, ഇതെല്ലാം ചേർത്ത് അവർ മുൻകൂട്ടി തന്നെ പ്ലാൻ തയ്യാറാക്കുന്നുമുണ്ട്. എങ്ങനെ കാണുന്നു ഇതിനെ? ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, മറ്റ്
ഏതൊരു ഇൻഡസ്ട്രിയും പോലെയല്ല ഫിലിം ഇൻഡസ്ട്രി. ഒരുപാട് സംഘടനകളുള്ളതാണ് സിനിമ. പ്രൊഡ്യൂസർ അസോസിയേഷൻ, തിയേറ്റർ അസോസിയേഷൻ, ആർട്ടിസ്റ്റ് അസോസിയേഷൻ, ഡ്രൈവേഴ്സ് യൂണിയൻ, ഇങ്ങനെ ഒരുപാട് യൂണിയനുകളുള്ള ഒരു സംഘടനയാണ്. ഇവരെ എല്ലാവരെയും ഒരുമിച്ച് നയിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇപ്പോൾ തിയേറ്റർ, ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തിയേറ്ററിലില്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സിന് സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. തിരിച്ച് തിയേറ്ററുകാർ ചിന്തിക്കണം, നിർമ്മാതാക്കളില്ലെങ്കിലും അവർക്ക് സിനിമ കിട്ടില്ല. ഈ സമരം കൊണ്ട് ആർക്കാണ് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് പടങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള പടങ്ങൾ നമ്പർ ഓഫ് ഡേയ്സ് ഈ സമരം പോവുകയാണെങ്കിൽ ആ പടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നിർമ്മാതാക്കളും തിയേറ്ററുകാരും മനസ്സിലാക്കേണ്ടത്, പണ്ട് സിനിമ നിർമ്മിച്ചുകൊണ്ടിരുന്ന നിർമ്മാതാക്കൾ എവിടെ പോയി? പണ്ട് ബാനറുകളാണ്. ആ ബാനറിൻ്റെ സിനിമകൾ മഞ്ഞുലാസിൻ്റെ, നീലായുടെ, ഉദയയുടെ, അരോമയുടെ ഇന്ന് അങ്ങനെ കേൾക്കുന്നില്ല. ഒരാൾ വരുന്നു, ഒരു പടം എടുക്കുന്നു, പിന്നീട് അയാൾ എവിടെ പോയി എന്ന് ആരും കാണുന്നില്ല. കാരണം നഷ്ടത്തിലാണ് നിർമ്മാതാക്കളെല്ലാം പോകുന്നത്. അയാൾ എന്തെല്ലാം പ്രതീക്ഷയോട് കൂടിയായിരിക്കും ഒരു ചിത്രം നിർമ്മിക്കുക. റിലീസ് ചെയ്യുന്നു, ഈ പടം ഓടുന്നു, ഞാൻ അടുത്ത പടം എടുക്കുന്നു. പക്ഷേ അതിനുള്ള അവസരം ഇന്ന് കിട്ടുന്നില്ല. പിന്നെ ആർക്കാണ് ഇപ്പോൾ അവസരം കിട്ടുന്നത്? താരങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ചിത്രങ്ങളെല്ലാം തീർച്ചയായിട്ടും ആ താരങ്ങൾക്കുള്ള ഒരു ഇതും കൂടെ വെച്ചിട്ട് അവർക്ക് തീർച്ചയായിട്ടും തിയേറ്ററുകാരും എല്ലാം സഹകരിച്ച് പോകുന്നു. ഇപ്പോൾ ഈ റിലീസ് ചെയ്യാൻ പോകുന്ന പടവും മമ്മൂക്കയുടെ പടവും ഉൾപ്പെടെ ഒരു പക്ഷേ ഈ സമരം കൊണ്ട് നല്ലപോലെ ഓടും. അല്ലെങ്കിലും മമ്മൂക്കയുടെ പടം ഇപ്പോൾ ഹിറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, തിയേറ്റർ പൂട്ടിയിട്ടാലും നഷ്ടമാണ്, തുറന്നു കൊടുത്താൽ ഈ പ്രൊഡ്യൂസർക്ക് പടം ഓടിയില്ലെങ്കിലും നഷ്ടം തന്നെയല്ലേ. എത്ര പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് അവരുടെ സമ്പാദ്യം കൊണ്ട് ഇതിലേക്ക് മോഹിച്ചിറങ്ങുന്നു. അപ്പോൾ ഈ സമരം എപ്പോഴും ഒരു സമവായത്തിലൊരു ചർച്ചയിലൂടെ, ഇത് കുറേ ദിവസം നീട്ടിക്കഴിഞ്ഞാൽ, തിയേറ്റർ അറിയാമല്ലോ, കുറച്ച് ദിവസം പഴയ തിയേറ്റർ പോലെയൊന്നുമില്ല, പൂട്ടിയിടാൻ പറ്റില്ല. അതിനകത്ത് ഫംഗൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തിയേറ്ററുകാർക്ക് നഷ്ടം തന്നെയാണ്. AC ഓപ്പറേറ്റ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫിന് സാലറി കൊടുത്തേ പറ്റൂ. തിയേറ്റർ പൂട്ടിയിട്ടാലും അപ്പോൾ ഈ സമരം എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിക്കകത്തുള്ള രണ്ടുപേര് തമ്മിലാണെന്നുള്ളതാണ്. അത് വേറെ ഒരു ഇൻഡസ്ട്രിക്കും അങ്ങനെ ഒരു ദുര്യോഗം ഇല്ല. നമ്മൾ സിനിമയ്ക്കതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കണം. അതുകൂടാതെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന 3 രൂപ സെസ് എടുത്ത് എത്രയോ കലാകാരന്മാർക്ക് പെൻഷൻ, ഇപ്പോൾ ആ പെൻഷനൊന്നും പലയിടത്തും കിട്ടുന്നില്ലെങ്കിൽ പോലും വല്ലപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന ആ പെൻഷനും കൂടെ നഷ്ടപ്പെടുകയല്ലേ ഉള്ളൂ തിയേറ്റർ അടച്ചിട്ടാൽ. കാരണം ഫണ്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. മനുഷ്യത്വപരമായിട്ടും കൂടെ ഒന്ന് ചിന്തിക്കണം. എത്രയോ പേർക്ക് പെൻഷൻ കിട്ടുന്ന ഒരിതാണ് ആ ഒരു ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന 3 രൂപ. അത് നഷ്ടപ്പെടുത്തരുതെന്ന് തിയേറ്ററുകാരോടും പറയുന്നു, നിർമ്മാതാക്കളോടും പറയുന്നു. ഇതെങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് തീർത്ത് പറ്റുന്നത് അടുത്ത ആഴ്ച തൊട്ട് സിനിമകൾ റിലീസ് ചെയ്യണം. ചർച്ചകൾ ചെയ്യൂ. അല്ലാതെ ഇവിടെ വാശിയും ഇതൊന്നും ആരും എടുക്കരുത്. ചെയ്യേണ്ടതാണ് അനിവാര്യം. ചർച്ചകൾ ചെയ്ത് മുന്നോട്ട് വരണം. ലിബർട്ടി ബഷീർ, ഇവിടെ ഇപ്പോൾ വിനു കിരിയത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്നൊരു നിർമ്മാതാക്കളുടെ ഒരു വലിയ സജീവത ഇന്നില്ല. നമുക്കറിയാം നവോദയ അപ്പച്ചൻ, അങ്ങനെ ഒരുപാട് തുടങ്ങി കുറേയേറെ പേരുകൾ ഇവിടെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ താരങ്ങൾ തന്നെ നിർമ്മാതാക്കളാകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നിർമ്മാണം ചെയ്യുന്ന ഒരു സിനിമയോടുകൂടി അയാൾ അപ്രത്യക്ഷമാകുന്നു. സ്വാഭാവികമായി ഈ വ്യവസായം ഇവിടെ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാം, ഒരു ലോട്ടറി എടുക്കുന്നത് പോലെ ആയി മാറുന്നു ഒരു സിനിമ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എങ്ങനെ ഇതിന് പരിഹാരം കാണാൻ കഴിയും? വിനോദ്, നിങ്ങളുടെ ചെയർമാൻ 2007 എനിക്കൊരു ഡേറ്റ് തന്നതാണ്. എത്രയോ പടങ്ങൾ ചെയർമാൻ വെച്ചിട്ട് എടുത്ത വ്യക്തിയാണ്. 2007 ശേഷം എനിക്ക് ഇന്ന് 17 വർഷമായി എനിക്ക് ഡേറ്റ് തന്നിട്ടില്ല. അങ്ങനത്തെ പല നടന്മാർക്കും നടന്നിട്ട് ഡേറ്റ് കിട്ടുന്നില്ല. നമുക്ക് ഡേറ്റ് കിട്ടുന്നില്ല. കാരണം അവരെന്നെ സ്വന്തമായിട്ട് പടം ചെയ്യാന്ന് നേരത്തെ വിനു പറഞ്ഞത്. എല്ലാ കമ്പനിക്കും സുരേഷ് ഗോപി ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ആൾക്കാർക്കും സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അപ്പൊ അവർക്ക് തന്നെ അതിന്റെ നേട്ടവും ലാഭവും നഷ്ടവും എല്ലാം അവർക്കും ചില പാട്ടിന്റെ നഷ്ടം വരിക്കും. പക്ഷെ അവരെ നഷ്ടം വരില്ല. അവർ വന്ന് ശമ്പളം ഒഴിവാക്കി കഴിഞ്ഞാൽ ലാഭം തന്നെ ആയിരിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സമരം ചെയ്ത് നേരത്തെ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ സംഘടനയിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കും. എന്റെ സംഘടന സജീവമായിരിക്കുന്ന സമയത്ത് തന്നെ അന്നെ ഞാൻ സംഘടന എന്റെ മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട്, കോടാനുകോടി റുപ്യ ചെലവാക്കിയിട്ട് അവർ തിയേറ്റർ മോടി കൂട്ടും. സീറ്റും സൗണ്ട് സിസ്റ്റവും അതിന്റെ എല്ലാ എത്രത്തോളം തിയേറ്റർ നന്നാക്കാൻ പറ്റും അതിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കും. കേവലം ഇവർ പറഞ്ഞ പ്രൊജക്ടിന് മാക്സിമം വന്നത് 20 ലക്ഷം മുതൽ 35 ലക്ഷം രൂപ വരെയുള്ള GST അടക്കം 20 ലക്ഷം രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ മാക്സിമം. ഏറ്റവും വലിയ ബാർക്കോ എന്നല്ല പ്രൊജക്ട് ഇല്ല, ഏറ്റവും വലിയ കമ്പനിയാണ് ബാർക്കോ. പിന്നെ പല കമ്പനികളും ഉണ്ടായില്ലേ. 10 ലക്ഷം രൂപയ്ക്കുള്ള 1K ഉണ്ട്, പ്രൊജക്റ്റും ഉണ്ട്. ഈ പ്രൊഡ്യൂസേഴ്സിന്റെ തുടക്കത്തിൽ ജനബോഡിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 2K 4K ഒന്നും ആവശ്യമില്ല,
1K മതി, നമുക്ക് നമ്മളെ മലയാള പടത്തിൽ 1K അത്യാവശ്യമാണ്. കേരളത്തിൽ ഇന്നത്തെ എത്രയോ തിയേറ്ററുകൾ 1K പോയത്തുണ്ട്. ഇപ്പൊ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ആ തിയേറ്ററുകാരുടെ 1K പോയത്ത് കൊണ്ട് സമയത്ത് അവർ കണ്ടന്റ് കൊടുത്തിട്ടില്ല. അത് തെറ്റാണ്. കാരണം എല്ലാ പ്രൊവൈഡറും 1K 2K 4K എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് പ്രൊഡ്യൂസേഴ്സും ഈ 1K കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. എല്ലാവർക്കും ഈ 2K 4K വെക്കാൻ പറ്റില്ല. ഇപ്പം 5 ലക്ഷം രൂപ കൊടുത്താലും പ്രൊജക്ട് കിട്ടാനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, കാരണം ഒരു പ്രൊജക്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചത് മാത്രമേ തിയേറ്റർ ആവും. അല്ലെങ്കിൽ അത് സാധാരണ ഒരു കല്യാണ മണ്ഡപമാണ്. അല്ലെ സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് വെക്കണം. പ്രൊജക്ട് വെച്ചാൽ അത് സിനിമാ തിയേറ്റർ ആവും. അപ്പൊ അത് ഇത്രയും കോടി ഉറുപ്പിക ചെലവാക്കിയിട്ട് സിനിമാ തിയേറ്റർ വെക്കുന്നത് സ്വന്തമായിട്ട് ഒരു പ്രൊജക്ട് വെച്ചാൽ എന്തായാലും നഷ്ടം ആരെയും ഇതാക്കണം. ഇത് നമ്മുടെ വലിയ പുസ്തകങ്ങളിലെ 4-5 കോർപ്പറേറ്റ് മുതലാളിമാരെ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വിനു കിരിയത്ത്, ഇതില് ശാശ്വതമായ ഒരു പരിഹാരം, കാരണം സിനിമാ വ്യവസായം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന 3 രൂപ ഉപയോഗിച്ച് പോലും പെൻഷൻ കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യവസായം, ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ഉപജീവനം കഴിക്കുന്ന. ഇവരെല്ലാം നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തർക്കങ്ങളിലേക്ക് പോയി ഇപ്പോൾ നിലവിലൊരു സജീവമായി നിലനിൽക്കുന്ന മലയാള സിനിമയെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യകതയിൽ നിന്ന് ഒരു മോചനം അതെങ്ങനെ ലഭ്യമാകും? ആദ്യം പറഞ്ഞിട്ട് ബഷീർക്ക ഒരു തിയേറ്റർ മുതലാളി മാത്രമല്ല, അദ്ദേഹം പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം വേദന അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. ഒരു പ്രൊഡ്യൂസറുടെ വേദനയൊക്കെ അറിയാം. മാത്രമല്ല ഒരു പടം കൊടുത്താൽ നല്ലപോലെ കളിക്കുന്ന ഒരു തിയേറ്ററാണ് ബഷീർക്കയുടെ. കാരണം അദ്ദേഹത്തിൻ്റെ 2 പടം അദ്ദേഹത്തിൻ്റെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത മലപ്പുറം ഹാജിയും പൂച്ചക്കാരും മണികെട്ടും ഞങ്ങൾ എഴുതിയ പടമാണ്. പിന്നീട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമൊക്കെ ബഷീർക്കയുടെ തിയേറ്ററിലാണ് കൊടുക്കുന്നത്. കാരണം നല്ലൊരു തിയേറ്റർ ഉടമയാണ് അദ്ദേഹം. കാരണം മാക്സിമം പ്രൊഡ്യൂസേഴ്സിനെ സഹായിക്കും എന്നുള്ളത്. പക്ഷേ മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന് പറയുന്ന ചിത്രം 48-ാം ദിവസം ഞങ്ങൾ 40-ാം ദിവസം പോസ്റ്റർ ഒട്ടിച്ചു. അങ്ങനെ എല്ലാ 50-ൻ്റെയൊക്കെ പോസ്റ്റർ വരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ 40-ാം ദിവസം പോസ്റ്റർ ജോസ് തോമസ് ഉൾപ്പെടെ സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും നിർമ്മാതാവിൻ്റെയൊക്കെ തല വെച്ച് പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഒരു തിയേറ്റർ, ഞാൻ പേര് പറയുന്നില്ല, 48-ാം ദിവസം കോരിച്ചൊരിയുന്ന മഴയത്ത് ഹോൾഡ് ഓവർ ആയപ്പോൾ അടുത്ത ദിവസം പടം എടുത്ത് മാറ്റിയപ്പോൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അവരൊരു പഴയ ഒരു ചിത്രമാണ് അവിടെ റിലീസ് ചെയ്തത്. 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ പടം എടുത്തു. തീർച്ചയായിട്ടും എന്തൊരു വേദനാജനകമാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും ഇത് 3 ചെയ്യുന്ന ബഷീർക്കെ പോലുള്ളവർക്ക് ഇതിൻ്റെ വേദന അറിയാം. ഇത് എത്രയും പെട്ടെന്നൊന്ന് കോംപ്രമൈസ് ചെയ്ത് ഒരു നല്ല രീതി കുറേ പടങ്ങൾ റിലീസ് ചെയ്യാൻ കിടക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ റംലാൻ മാസം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിന് മുമ്പ് കുറേയേറെ പടങ്ങൾ റിലീസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തർക്കം ഒഴിവായി സിനിമയുടെ ആ സജീവതയിലേക്ക് തന്നെ മടങ്ങിയെത്തും നമുക്ക് പ്രത്യാശിക്കാം. ടുഡേസ് ഡിബേറ്റ് പൂർണ്ണമാകുന്നു. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്തത് ഫിയോക് പ്രതിനിധി സുമേഷ് ജോസഫ്, ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ചെയർമാൻ ലിബർട്ടി ബഷീർ, തിരക്കഥാകൃത്ത് വിനു കിരിയത്ത് എന്നിവരാണ്. എല്ലാവർക്കും നന്ദി. ടുഡേസ് ഡിബേറ്റ് സമാപിക്കുന്നു.